കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് ഭരിക്കാനുള്ള സീറ്റുകൾ നൽകി. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെപ്പോലും കണ്ടെത്താനാകാതെ ഒരാഴ്ച പിന്നിടുകയാണ്. വി.ഡി. സതീശന് വേണ്ടി മുസ്ലിം ലീഗ് കടുംപിടുത്തം പിടിക്കുന്നു. ഇതുവരെ തിരിഞ്ഞുപോലും നോക്കാത്ത സാംസ്കാരിക നായകന്മാർ ഹൈക്കമാൻഡിന് കത്തെഴുതുന്നു. സർവീസ് സംഘടനകൾ അടക്കം സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നു. അപ്പോഴും ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ മാത്രം ആയുധമാക്കി ഒരു ഭാഗത്ത് കെ.സി. വേണുഗോപാൽ കസേര ഉറപ്പിച്ച് കാത്തിരിക്കുന്നു. പക്ഷേ 2 ദിവസം മുൻപ് കഴിഞ്ഞ യോഗത്തിലെടുത്ത ഒരു തീരുമാനത്തിൽ വരെ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ രാഹുൽ ഗാന്ധി ചെന്നൈയിലേക്കും മല്ലികാർജുൻ ഖർഗെ ബാംഗ്ലൂരിലേക്കും പോയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തെ മുഴുവൻ കാത്തിരിപ്പിൻ്റെ കോണിപ്പടിയിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥലം വിട്ടത് ഉത്തരവാദിത്തം മറന്നുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എല്ലാം മേഡത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന മറുപടിയാണ് വന്നതെങ്കിൽ ഇതുവരെ ഹൈക്കമാൻഡ് എന്ന് വിളിച്ചിരുന്നതിന് മുകളിൽ ഒരു ഹൈക്കമാൻഡായി സോണിയാഗാന്ധി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. 3 പേർ മുഖ്യമന്ത്രി കസേരക്കായി കടിപിടി കൂടുമ്പോൾ നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ആ 3 പേരുടെയും യോഗ്യത തന്നെയാണ്. പുറമേ നിന്നു കാണുന്നവർക്ക് എല്ലാം സതീശനാണ് യോഗ്യനെങ്കിൽ അകത്ത് കെ.സി.യാണ് യോഗ്യനെന്ന് പറയുകയും ചെയ്യുന്നു. ചരിത്രം പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തലയാണ് യോഗ്യനെന്നും കാണുന്നവരുണ്ട്. ഇതെല്ലാം AICCക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാം സോണിയാഗാന്ധിയെ ഏൽപ്പിച്ച് AICC ഓഫീസ് പൂട്ടി മല്ലികാർജുൻ ഖർഗെ സ്ഥലം വിട്ടത്. അപ്പോൾ ഇനി തീരുമാനം സോണിയാഗാന്ധി എടുക്കും എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, 2021 തകർന്നടിഞ്ഞ പ്രതിപക്ഷത്തെ സതീശൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും സോണിയാഗാന്ധി തന്നെയാണ്. എന്നാൽ ഇത്തവണ അത്ര എളുപ്പത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം സതീശനെ ഏൽപ്പിക്കാൻ സാധ്യതയില്ല. കാരണം ഒന്ന്, MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അത് കെ.സി. വേണുഗോപാലിനാണ് ഉള്ളത്. അതുകൊണ്ട് സോണിയാഗാന്ധി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് അറിയുന്നത്. അത് വളരെ വിശാലമായത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ചുമതല തന്നെ ഏൽപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ MLA-മാരുടെ മനസ്സറിയുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി സാധ്യതകളെക്കുറിച്ച് സോണിയാഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കേരളം നല്ല ഭൂരിപക്ഷം നൽകി കോൺഗ്രസിനെ വിജയിപ്പിച്ചു. മത്സരിച്ചവരിൽ തന്നെ 1-ൽ കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായി നിൽക്കുമ്പോൾ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതായിരുന്നു. അതുപോലെ അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. അതിലെങ്ങാനും തോറ്റുപോയാൽ ഈ ലഭിച്ച എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ശരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്ന ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതുതന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യം. മാത്രമല്ല, മറ്റൊരു വാക്ക് അവർ പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത് തന്നെ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരവസരം നൽകുന്നതല്ലേ നല്ലത് എന്നുള്ള അഭിപ്രായവും സോണിയാഗാന്ധി പങ്കുവച്ചത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുൻപായിരുന്നു. അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നില്ല. അഥവാ ഉണ്ടായാൽ തന്നെ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉൾപ്പെടുന്ന ഹൈക്കമാൻഡ് അത് പരിഹരിക്കുമെന്ന് സോണിയാഗാന്ധി കരുതിയിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് പോലും തീർപ്പാക്കാൻ കഴിയാതെ സോണിയാഗാന്ധിക്ക് വിടുമ്പോഴാണ് അവരുടെ ഈ പഴയ അഭിപ്രായം ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇങ്ങനെയുള്ള തീരുമാനമുണ്ടാകാൻ സാധ്യത കാണുന്നത് മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ കെ.സി. വേണുഗോപാലിന് എതിരായ ഒരു സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ആശങ്ക തന്നെയാണുള്ളത്. ചരിത്രത്തിൽ ഇതുവരെ ഇളകാത്ത കോട്ടകളെല്ലാം തകർക്കാൻ ജനങ്ങൾക്കിപ്പോൾ കഴിയുന്നു എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പും സുരക്ഷിതമല്ല എന്ന തോന്നിയതിനാലാണ് ഹൈക്കമാൻഡ് സോണിയാഗാന്ധിക്ക് തീരുമാനം വിട്ടിരിക്കുന്നത്. അതിന് സമാനം തന്നെയാണ് വി.ഡി. സതീശൻ ഘടകകക്ഷികളെയും മറ്റു സംഘടനകളെയും ഉപയോഗിച്ച് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതും. യോഗ്യരുടെ അയോഗ്യത ചർച്ച ചെയ്യേണ്ടി വന്നത് വലിയ ദൗർഭാഗ്യകരം തന്നെയാണ്. അവിടെയാണ് ചർച്ചയ്ക്കിടയിൽ ഉടനീളം അച്ചടക്കം പാലിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യത കാണുന്നതും. ഏതായാലും 100 കടന്നുള്ള സീറ്റുകൾ വാരിക്കൂട്ടാൻ വേണ്ടി വോട്ടു ചെയ്തവരെ കൊഞ്ഞനം കുത്തിയത് ഏതായാലും മോശമായിപ്പോയി.